ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് കാറ്റ് ഗൈനർ എന്ന റൈറ്ററാണ്. അവർ കുട്ടികളുടെ പുസ്തകങ്ങളുടെ രചയിതാവാണ്. അവരുടെ മിക്ക പുസ്തകങ്ങളും പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളോ ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളോ ഉള്ള കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ളതാണ്. കാറ്റ് ഗൈനർ എഴുതിയ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന ഈ കഥ സൗഹൃദം, ഉൾക്കൊള്ളൽ, സഹാനുഭൂതി തുടങ്ങിയ മനുഷ്യത്വ മൂല്യങ്ങൾ പകർന്നു നൽകുന്ന ഒരു മനോഹരമായ കഥയാണ്. ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് മാത്യുവും സൈമണും. സൈമണിന് ഓട്ടിസം എന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സൈമൺ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. ഈ കഥ പറയുന്നത് മാത്യുവിൻ്റെ കാഴ്ചപ്പാടിൽ കൂടിയാണ്. മാത്യു ആണ് ഇതിലെ നരേറ്റർ. ഇനി നമുക്ക് സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് കടക്കാം. മാത്യു തൻ്റെ സുഹൃത്തായ സൈമണിനെ കുറിച്ചുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. സൈമൺ കഴിഞ്ഞ വർഷമാണ് അവൻ്റെ സ്കൂളിൽ ചേർന്നത്. സൈമണിനെ ആദ്യമായി കണ്ട ദിവസം മാത്യുവിനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. മാത്യു അവൻ്റെ ക്ലാസ് മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ അവൻ സൈമണിൻ്റെ അമ്മയെ കണ്ടുമുട്ടുന്നു. സൈമണിൻ്റെ അമ്മ അവനൊരു പുഞ്ചിരി നൽകുന്നു. തന്നെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നും അവർ അവനോട് പറഞ്ഞു. എന്നിട്ട് മാത്യുവിനോട് ഹലോ പറയാൻ സൈമണിൻ്റെ അമ്മ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ സൈമൺ തിരിഞ്ഞു നിലത്തേക്ക് നോക്കി നിന്നു. സൈമൺ ആ വർഷം അവരുടെ ക്ലാസ്സിൽ ചേരുമെന്ന് അവരുടെ ടീച്ചർ അവരോട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവരുടെ മിക്ക പാഠങ്ങളിലും അവൻ പങ്കെടുക്കുമെന്നും ചിലപ്പോൾ അവനൊരു സ്പെഷ്യൽ ടീച്ചറുടെ സഹായം ലഭിക്കുമെന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു. സൈമണിനെ അവരുടെ സ്കൂൾ വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് മാത്യു കരുതി. കാരണം അത് ശരിക്കും ഒരു മികച്ച സ്കൂളായിരുന്നു. പക്ഷേ ഹെറ്റി എന്ന പെൺകുട്ടി ഒഴികെ ബാക്കിയെല്ലാം നല്ലതാണെന്ന് മാത്യു കൂട്ടിച്ചേർത്തു. മാത്യു അവളെ ഹൊറിബിൾ ഹെറ്റി എന്നാണ് വിളിക്കാറ്. കാരണം ഉച്ചഭക്ഷണ സമയത്ത് അവൾ എപ്പോഴും ക്യൂവിൻ്റെ മുൻവശത്തേക്ക് തള്ളിക്കയറുകയും മറ്റൊരാളുടെ ഊഴമാകുമ്പോൾ അവൾ അവരുടെ സ്ഥാനം കയ്യേറുകയും അവരെന്തെങ്കിലും ചോദിച്ചാൽ അവൾ അവളുടെ ഭയാനകമായ മുഖം കാണിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്യുവും അവൻ്റെ സുഹൃത്തുക്കളും സ്കൂൾ മുറ്റത്ത് പോയി രസകരമായ ഗെയിമുകൾ കളിക്കും. ആദ്യ ദിവസം മാത്യു സൈമണിനോട് അവരോടൊപ്പം ചേരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അവൻ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചു. അവൻ അവരോട് കൂടെ കളിക്കാൻ പോയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സൈമൺ ക്ലാസ്സിലെ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായി പെരുമാറുന്നത് മാത്യു ശ്രദ്ധിച്ചു. ആരോ അവനെ ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നത് പോലെ അവൻ പെരുമാറും. അതേപോലെ തന്നെ വളരെ ചെറിയ എന്തെങ്കിലും കാരണങ്ങൾക്ക് അവൻ പലപ്പോഴും അസ്വസ്ഥനാവുകയും ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്നും എന്താണ് അവനെ അസ്വസ്ഥനാക്കുന്നതെന്നും ആർക്കും അറിയില്ലായിരുന്നു. എല്ലാ ദിവസവും തൻ്റെ പുസ്തകങ്ങളും പെൻസിലുകളും മേശപ്പുറത്ത് ഒരേ രീതിയിൽ അവൻ ക്രമീകരിക്കാൻ ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും മാറുന്നത് അവന് ഇഷ്ടമല്ല. ചിലപ്പോഴൊക്കെ സ്കൂൾ മണി മുഴങ്ങുമ്പോഴോ സീറ്റിൽ നിന്ന് മാറുമ്പോഴോ അവൻ വളരെ അസ്വസ്ഥനാവാറുണ്ടായിരുന്നു. സൈമൺ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായതിനാൽ മാത്യു അവനോട് ഗെയിമുകളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നത് നിർത്തി. ചിലപ്പോൾ ടീച്ചർ അവനെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ അവൻ ദേഷ്യപ്പെടും. ഇതെല്ലാം കാണുമ്പോൾ മാത്യുവിന് സംശയമായി, സൈമണുമായി സൗഹൃദം വേണോ എന്ന്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിൽ നിന്നും ഫൺഫെയറിനുള്ള ട്രിപ്പ് പോയി. എല്ലാ വിദ്യാർത്ഥികളും ബസ്സിലിരിക്കാനായി ഒരാളുമായി ജോഡി ചേരണം. അങ്ങനെ സൈമണിനൊപ്പം ജോഡി ചേർന്നത് മാത്യു ആയിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്നു. സൈമൺ തൻ്റെ സാൻഡ്വിച്ചുകൾ മാത്യുവുമായി പങ്കുവെച്ചു. ആ ദിവസം വൈകി സൈമണും മാത്യുവും അവരുടെ ഐസ്ക്രീമിനായി ക്യൂ നിൽക്കുമ്പോൾ ഭയങ്കരയായ ഹെറ്റി അവിടേക്ക് കടന്നു വന്നു. ക്യൂവിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയും അടുത്തത് താനാണ് എന്ന് പറയുകയും ചെയ്തു. സൈമൺ അവളെ ധൈര്യത്തോടെ പറ്റില്ല എന്ന് പറഞ്ഞ് എതിർത്തു. ഹെറ്റിക്ക് ഭയം ആദ്യമായി തോന്നി. അവൾ അവിടെ നിന്നും ഓടിപ്പോയി. സൈമണിൻ്റെ ധൈര്യം മാത്യുവിനെ അമ്പരിപ്പിച്ചു. അവൻ അവനോട് നന്ദി പറഞ്ഞു. അതിനുശേഷമുള്ള ദിവസം മുതൽ മാത്യു സൈമണിനെ കൂട്ടുകാർക്കൊപ്പം ഉൾപ്പെടുത്താൻ തുടങ്ങി. ഉച്ചഭക്ഷണം കഴിക്കണോ, ഇടവേളയിൽ ഒരു ഗെയിം കളിക്കണോ എന്നെല്ലാം ചോദിക്കുമായിരുന്നു.
ചില ദിവസങ്ങളിൽ അവൻ മാത്യുവിൻ്റെ കൂടെ ചേരും, എന്നാൽ മറ്റു ദിവസങ്ങളിൽ അവൻ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും. മറ്റാൺകുട്ടികളും പെൺകുട്ടികളും സൈമണിനെ നന്നായി മനസ്സിലാക്കാൻ പെട്ടെന്ന് പഠിച്ചു. ചിലപ്പോൾ അവൻ അവരിൽ നിന്നും അല്പം വ്യത്യസ്തമായി പെരുമാറും. അവന് കൂടുതലൊന്നും പറയാനില്ലായിരുന്നു, പക്ഷേ അവൻ അവരുടെ സ്കൂളിലെ മറ്റുള്ളവരെ പോലെ തന്നെയായിരുന്നു. അവരെല്ലാവരും സൈമണിൽ നിന്നും വലിയൊരു പാഠം പഠിച്ചു. അവരിൽ നിന്നും വ്യത്യസ്തനായതിനാൽ ഹൊറിബിൾ ഹെറ്റി മാത്രമേ അവനെ ഒഴിവാക്കുമായിരുന്നുള്ളൂ. കഥയുടെ അവസാനം മാത്യു സൈമണിനോടുള്ള സൗഹൃദം എത്രമേൽ മൂല്യമുള്ളതാണെന്ന് പറയുന്നു. സഹാനുഭൂതിയും ഉൾക്കൊള്ളലും സൗഹൃദത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് തെളിയിക്കുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ആരെയും അവരുടെ വ്യത്യാസങ്ങൾ കാരണം ഒഴിവാക്കരുത്. ഒരു നല്ല സുഹൃത്ത് എപ്പോഴും മറ്റൊരാളെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം.